യോഗശാസ്ത്രത്തിൽ യമനിയമങ്ങളുണ്ട്. യമനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നാം പാലിച്ചിരിക്കേണ്ട, ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, പാലിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിൽ യമത്തിൽ ആദ്യത്തേത് അഹിംസയാണ്. നാം നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന സ്വഭാവം ഉണ്ടാക്കരുത്. അതായത് നാം നമ്മെ തന്നെ, ഞാൻ എന്നെ തന്നെ ഇകഴ്ത്തരുത്, പുകഴ്ത്തുകയും ചെയ്യരുത്. ഇകഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യലാണ്. അതൊരു അഹിംസയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരിലും. നമ്മൾ ചിന്തിച്ചുകൊണ്ട് മറ്റൊരാളെ ഇകഴ്ത്തരുത്, അതായത് താഴ്ത്തിക്കെട്ടരുത്, അയാൾ ഇല്ലാതാവാനായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ പ്രവൃത്തിയോ ഒരു തരത്തിലും ഒരു ജീവികളെയും മനുഷ്യരെയും യാതൊരു വിധത്തിലും നമ്മൾ ഉപദ്രവിക്കരുത്, ഇല്ലായ്മ ചെയ്യരുത്. അപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ നമ്മൾ ജീവനുള്ള ജീവികളെ ഭക്ഷിക്കരുത്. അതായത് അഹിംസയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് നാം ഇവിടെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഉപദ്രവിക്കുവാനല്ല, നമ്മൾ നമ്മളെ അറിഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ടാണ്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ജനിച്ചത്. അല്ലാതെ ഒരു ജീവിയെ കൊന്നു നിന്നിട്ട് നമുക്കതിൽ മസിൽ പെരുപ്പിച്ചിട്ട് എന്ത് സന്തോഷം കണ്ടെത്തും? ആ നാവിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു സന്തോഷം, അല്ലെങ്കിൽ ചെറിയൊരു തൃപ്തി, ചെറിയ നേരത്തേക്കുള്ള രുചി, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കോ ആ ജീവിക്ക് ജീവിക്കുവാനുള്ള അവകാശം ഇല്ലാതാക്കുകയാണ്. അതിനൊരു വികാരമുള്ള ജീവിയാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ അതിന് വികാരമുണ്ട്. വികാരമുള്ള ജീവികളെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബ്രെയിനിലുള്ള അതിൻ്റെ വികാരങ്ങളെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ ബ്ലഡിൽ എന്ത് സംഭവിക്കും? അത് ആ ജീവിയുടെ വികാരം സംഭവിക്കും. ആ ജീവിക്ക് എന്തായിരുന്നു വികാരം? അതിനെ കൊല്ലുന്ന സമയത്ത് അതിതീവ്രമായ ഭയമുണ്ടാകും. ആ ഭയം എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് സത്യത്തിൽ. അപ്പോൾ അത് നമ്മൾ കഴിച്ച് നമ്മുടെ ശക്തത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കും നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ സ്വപ്നത്തിലേക്ക് ഈ മൃഗം കടന്നു വരാം, അല്ലെങ്കിൽ ഈ ജീവി കടന്നു വരാം. നമുക്ക് ഈ വൈരാഗ്യ ബുദ്ധി ഉണ്ടാകാം, ശത്രുതയുണ്ടാകാം, ദേഷ്യമുണ്ടാവാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അഹിംസ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷിക്കുന്നത് മാത്രമല്ല, ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം രാവിലെ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ നമ്മൾ അഹിംസ പാലിച്ചിരിക്കണം. ഇങ്ങനെ പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയമില്ലാതാവും. അഹിംസ പാലിക്കുന്നത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഏറ്റവും പ്രധാനമായ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, നമുക്ക് ഭയമില്ലാതെ ജീവിക്കാമെന്നുള്ളതാണ്. അപ്പോൾ യോഗശാസ്ത്രത്തിലെ ഏറ്റവും യമത്തിലെ ആദ്യത്തേത് അഹിംസയാണ്. അത് പാലിക്കുക, ജീവിതത്തിൽ ഭയമില്ലാതെ ജീവിക്കുക. നന്ദി.